ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എംകോമിൻ്റെ എന്താണ് അഡ്വാൻസ്ഡ് കോസ്റ്റ് അക്കൗണ്ടിങ് അല്ലേ? അതന്നെ, അഡ്വാൻസ്ഡ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഭാഗം പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി നിങ്ങൾ പല ആളുകളും വീഡിയോ കണ്ടിട്ടുണ്ടാവും. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾക്ക് ചാനലിലെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, മറ്റു വീഡിയോസ് പ്രോസസ്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഏതായാലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നേരമൊന്നുമില്ല. ഓക്കെ, ഇനിവേ നമ്മൾ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും അറിയിക്കുക. ഞാൻ ആദ്യം എന്നെ പരിചയപ്പെടുത്തുക. എൻ്റെ പേര് നിഷാദാണ്. പൂക്കുളത്തൂർ ക്രിസ്ത്യൻ വാലി കോളേജിൽ കൊമേഴ്സിൻ്റെ ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അത്രയൊക്കെ തന്നെ, വേറെ പ്രത്യേകിച്ചിട്ട് പറയാനൊന്നുമില്ല. നമുക്ക് കാര്യം സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഒരു ക്വസ്റ്റ്യൻ ഏതാണ്? WIP വാല്യുവേഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് മെത്തേഡ് അനുസരിച്ചാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് മെത്തേഡ് അനുസരിച്ച് എങ്ങനെ ഒരു ക്വസ്റ്റ്യനെ മനസ്സിലാക്കുക എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ മനസ്സിലാവും. ഫിഫോ നമ്മൾ ചെയ്തതാണല്ലോ. റോയ് ആൻഡ് ജോൺസൺ പ്രൈവറ്റ് ലിമിറ്റഡ് കുറച്ച് ഡാറ്റ തന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാതെ. വർക്ക് ഇൻ പ്രോഗ്രസ് ഓപ്പണിംഗ് ആണ് 1 ഡിസംബർ 2012. 500 യൂണിറ്റ് ഉണ്ട്. ഈ വാല്യൂ നല്ലപോലെ ശ്രദ്ധിക്കട്ടോ. 4800, 3200, 6400, 14400. ഫിഫോ മെത്തേഡിൽ ഈ ടോട്ടലിന് മാത്രമേ പ്രസക്തി നിങ്ങൾ കണ്ടിട്ടുണ്ടാവുള്ളൂ. എവിടേക്കായിരുന്നു ഫിഫോയില് പ്രസക്തി? ഒന്നാമത് യൂണിറ്റ് ട്രാൻസ്ഫേർഡ് ചെയ്യുമ്പോൾ ഈ കറണ്ട് പീരീഡിലെല്ലാം കൂട്ടിയതിന് ശേഷം ഈ 14400 കൂടെ അവിടെ കൂട്ടാൻ വരും. അതായിരുന്നു മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ അതിനുപോലെ തന്നെ പ്രോസസ് അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ ഓപ്പണിംഗ് WIP എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ 14400 ഡെബിറ്റ് സൈഡിൽ എഴുതുകയും ചെയ്യും. ഈ രണ്ട് ഇംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതിലെ ഇൻഡിവിജ്വൽ വാല്യൂവിന് നിങ്ങൾ ഒരു പ്രസക്തിയും കണ്ടിട്ടില്ല. പക്ഷെ വെയ്റ്റഡ് ആവറേജ് മെത്തേഡിൽ ഈ ഇൻഡിവിജ്വൽ വാല്യൂവിന് വ്യക്തമായ പ്രസക്തി ഉണ്ട്. അത് നല്ലപോലെ മനസ്സിലാക്കുക. ടോട്ടലിന് ഒരു ഭാഗത്ത് മാത്രമേ പ്രസക്തി ഉള്ളൂ. അതോടെ ഓപ്പണിംഗ് WIP പ്രോസസ് കോസ്റ്റിൽ എഴുതാൻ അത് ആദ്യം നല്ലപോലെ മനസ്സിലാക്കുക. ഈ വാല്യൂസും നിങ്ങളെ മനസ്സിലുണ്ടാവണം. ഓക്കെ, പിന്നെ ഒരു കാര്യം, നിങ്ങൾ ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും പിന്നെ ഓപ്പണിംഗ് WIP ഡിഗ്രി ഓഫ് കംപ്ലീഷൻ കണ്ടിട്ടില്ല എങ്കിൽ, ഓപ്പണിംഗ് WIP ഡിഗ്രി ഓഫ് കംപ്ലീഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് മെത്തേഡ് അനുസരിച്ചാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. കാരണം എന്താ, ഫിഫോല് ആണെങ്കിൽ ഈ ഡീറ്റെയിൽ ഒക്കെ നമുക്ക് വേണ്ടിയിരുന്നു. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. യൂണിറ്റ് ഇൻട്രൊഡ്യൂസ്ഡ്, അതായത് ഓപ്പണിംഗ് WIP ഒരു 500 യൂണിറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 19500. അപ്പൊ ടോട്ടൽ ഇൻപുട്ട് എത്ര? 20000 ഉണ്ട്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. പ്രോസസ്ഡ് ഡ്യൂറിങ് ദ മന്ത് മെറ്റീരിയലിന് എത്ര? അതിന്റെ പ്രോസസിങ് കോസ്റ്റ് എത്ര? 1,86,200. ലേബർ 72,000. ഓവർഹെഡ് 1,06,400. ഇതെന്താ? ഇത് ഡ്യൂറിങ് ദ പീരിയഡിൽ വന്നിട്ടുള്ള കോസ്റ്റ്. അപ്പം നേരത്തെ കണ്ട കോസ്റ്റോ അത് ഓപ്പണിംഗ് WIPക്ക് വന്നിട്ടുള്ള പ്രീവിയസ് പീരിയഡിലെ കോസ്റ്റ് ആണ്. ഏത്? ഈ ടോട്ടൽ, ഓരോ സംഖ്യയും ടോട്ടലും. ഓക്കെ ഓക്കെ, അത് മനസ്സിലാക്കുക. ശേഷം യൂണിറ്റ് ട്രാൻസ്ഫേർഡ് ടു പ്രോസസ് ബി. പ്രോസസ് ബിയിലേക്ക് ഇത് 3,64,000 എന്താ? ടോട്ടൽ കോസ്റ്റ് ആണ് കേട്ടോ. ഇതിന്റെ എല്ലാം കൂടെ ഉള്ള ടോട്ടലാണ്. ട്രാൻസ്ഫർ ചെയ്തത് 18,200. അതായത് 20,000 യൂണിറ്റ് ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തത് എത്ര യൂണിറ്റ്? 18,200 യൂണിറ്റ്. ഓക്കെ, പിന്നെ യൂണിറ്റ് സ്ക്രാപ്പ് ചെയ്തത് 1,400 യൂണിറ്റ്. ഓക്കെ, അപ്പൊ ഇനി എന്താ? WIPയിൽ ബാലൻസ് ക്ലോസിംഗ് WIP 400 യൂണിറ്റ്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 20,000 ആയിനോ നോക്കി. ഇല്ലെങ്കിൽ ഇവിടെ വാല്യൂ പോയിട്ടുണ്ട് കുറച്ച് യൂണിറ്റ്. അത് നമുക്ക് കണ്ടെത്തണം. ടോട്ടൽ ചെയ്യുമ്പോൾ 1,800 ഇവിടെ ഉണ്ട്, 18,200 ഇവിടെ ഉണ്ട്. ടോട്ടൽ 20,000 ഉണ്ടല്ലോ അല്ലെ? ഓക്കെ, യെസ്. അപ്പൊ അത് മനസ്സിലാക്കാം. ഡിഗ്രി ഓഫ് കംപ്ലീഷൻ, അതായത് ക്ലോസിംഗ് WIPയുടെ ഡിഗ്രി ഓഫ് കംപ്ലീഷൻ മെറ്റീരിയൽ 100% കഴിഞ്ഞിട്ട് ലേബറും ഓവർഹെഡും 50% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നോർമൽ ലോസ് എത്ര? 5% ഓഫ് ടോട്ടൽ ഇൻപുട്ട്. 20,000 യൂണിറ്റിന്റെ
5% എന്ന് പറയുമ്പോ എത്ര? 1000 യൂണിറ്റ്. നോർമൽ ലോസ് 1000 യൂണിറ്റ്. പക്ഷെ ലോസ് എത്ര ഉണ്ട്? 1400 യൂണിറ്റ് ഉണ്ട്. അപ്പൊ എന്ത് മനസ്സിലാക്കണം? 400 യൂണിറ്റ് അബ്നോർമൽ ലോസ് ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ഒരു കാര്യം, ഇത് CMA അല്ലേ? CMAയുടെ പഴയ പേരാണ് ICWA. എന്താ കോസ്റ്റ് ആൻഡ് വർക്ക് അങ്ങനെ എന്തോ അക്കൗണ്ട്സിനായിരുന്നു അന്ന് അതിന്റെ പേരുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ മറന്നുപോയിട്ട് ആ പേരൊക്കെ. പിന്നെയാണ് ICMA എന്നൊക്കെ ആക്കി. CMA അല്ലേ അതിന്റെ പഴയ പേരാ. ഓക്കെ, അതിന്റെ ഇന്ററിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആണ്. ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ ഡിഗ്രി BCom ഹോണേഴ്സിന്റെ ക്വസ്റ്റ്യൻ ഇതാണിത്. നമ്മളിപ്പോഴും എന്താണ് MCOMിൽ ഈക്വലന്റ് യൂണിറ്റ് ഒക്കെ പഠിക്കുന്നത്, ഡിഗ്രിക്ക് ഒന്നും പഠിക്കുന്നില്ല. ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ആണടാ. ഓക്കെ, നോർമൽ സ്ക്രാബ്ഡ് ഫെച്ച് എത്ര? ₹1 ഈച്ച്. അതായത് ഈ 1000 യൂണിറ്റ് അല്ലേ നോർമൽ ലോസ്, അതിന് ₹1 വെച്ചിട്ട് എന്ത് ചെയ്യും വരുന്നുണ്ട്. പിന്നെ നമ്മോട് പ്രോസസ് അക്കൗണ്ട് ഇതെല്ലാ കാര്യങ്ങളും ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യം സ്റ്റേറ്റ്മെന്റ് ഓഫ് ഈക്വലന്റ് പ്രൊഡക്ഷൻ നോക്കാം. ഇൻപുട്ട് ഓപ്പണിംഗ് WIPന്റെ ഇൻപുട്ട് എടുത്തിട്ടുണ്ട്, യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന്റെ ഇൻപുട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ പെർട്ടിക്കുലേഴ്സ് ഇങ്ങോട്ട് കണക്ട് ചെയ്തിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഔട്ട്പുട്ട് ടോട്ടൽ 20,000 ഉണ്ട്. ഔട്ട്പുട്ടിന്റെ ആസ്പെക്റ്റിൽ വരുമ്പോൾ 1800 യൂണിറ്റ് കംപ്ലീറ്റഡ്. ഇനി ഇതിന് വേറെ എന്ത് ചെയ്യണ്ട? WIP വേറെയും മറ്റേ വേറെയും വെവ്വേറെ ആക്കണ്ട. 18,200 അല്ലായിരുന്നോ ട്രാൻസ്ഫർ ചെയ്തേ? അതിൽ ആദ്യത്തെ 500 ഒഴിവാക്കി 17,700 500 ആയിരുന്നു ഫിഫോ മെത്തേഡ് അനുസരിച്ച് എഴുതുണ്ടായിരുന്നത്. പക്ഷെ വെയിറ്റഡ് ആവറേജ് ആകുമ്പോൾ ടോട്ടൽ എഴുതാം. പിന്നെ സ്വാഭാവികമായിട്ടും യൂണിറ്റ് കംപ്ലീറ്റഡ് ആണെങ്കിൽ 100% കംപ്ലീറ്റ് എന്നുള്ള രീതിയിലാണ് കൊടുക്കുക. സെപ്പറേറ്റ് വെവ്വേറെ എഴുതേണ്ട ആവശ്യമില്ല. നോർമൽ ലോസ് 1000 യൂണിറ്റ് ആണ്, അതിനൊന്നും വരാൻ പാടില്ല, അറിയാലോ. അബ്നോർമൽ ലോസ് ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞിട്ടില്ല. അബ്നോർമൽ ലോസ് ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞതാണ്. മുഴുവൻ 100% അങ്ങനെ വേണമെങ്കിൽ 100% എഴുതണം. പക്ഷെ ക്വസ്റ്റ്യനിൽ വേറെ എന്തെങ്കിലും പെർസെന്റേജ് എഴുതുന്നുണ്ടെങ്കിൽ അതെടുക്കുക. അല്ലെങ്കിൽ ഡീഫോൾട്ട് ആയിട്ട് 100% എടുക്കുക. അതിനെന്താ ലോജിക്ക്? ഒന്നുമില്ല. പൂർണ്ണമായിട്ട് ഒരു പ്രോസസ്സ് കഴിയുമ്പോഴേ എത്രയാണ് യഥാർത്ഥ ലോസ് എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്ന ലോജിക്കിലാണ് ആ കാര്യം ചെയ്യുന്നത്. അപ്പൊ വേറെ പെർസെന്റേജ് എന്നാലോ അത് അതിന്റെ മുന്നേ തന്നെ അവർ മനസ്സിലാക്കി എന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, അല്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്. ക്ലോസിംഗ് WIP എത്ര? ക്വസ്റ്റ്യനിൽ തന്നു മെറ്റീരിയൽ 100, ലേബറും ഓവർഹെഡും 50%. അപ്പൊ ഈക്വലന്റ് യൂണിറ്റ് മെറ്റീരിയൽ 19,000, ലേബറിന് 18,800, ഓവർഹെഡിനും 18,800. രണ്ടും സെപ്പറേറ്റ് തന്നെ വേണം. ഒരേ പെർസെന്റേജ് ആയതുകൊണ്ടാണ് ഒന്നിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇതിൽ 2 മെറ്റീരിയലിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഇനി ഇവാലുവേഷനിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കുക. മെറ്റീരിയലിന്റെ ആദ്യം എടുക്കുക. മെറ്റീരിയൽ ആണിത്. മെറ്റീരിയൽ വരുമ്പം വർക്കിംഗ് പ്രോഗ്രസ്സിൽ മെറ്റീരിയലിന്റെ വാല്യൂ 4,800 നോക്കുക. മെറ്റീരിയൽ ലേബറിന്റെ വർക്കിംഗ് പ്രോഗ്രസ് അവിടെ നിന്ന് ലേബറിന്റെ കാൽക്കുലേഷൻ ആണ്. അവിടെ ഓപ്പണിംഗ് WIP 3,200. അതാ ഞാൻ പറഞ്ഞ സെപ്പറേറ്റ് തന്നെ വേണം എന്ന് പറഞ്ഞത്. ഇനി ഓവർഹെഡൊക്കെ വരുമ്പോൾ ഓപ്പണിംഗ് WIPന്റെ ആദ്യം എടുക്കുന്നത്. നിങ്ങൾ ഈ 3 സംഖ്യകൾ നോക്ക്. 4,800, 3,200, 6,400 എവിടുന്ന് കിട്ടി? ഇതാ 4,800, 3,200, 6,400. ഒന്നും കൂടെ നോക്ക്. 4,800, 3,200, 6,400. ഒന്നും കൂടെ നോക്ക്. നോക്കടാ. 4,800, 3,200, 6,400. അതായത് എന്തായത്? ഒന്നുമില്ല. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പം സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റ് പെർ യൂണിറ്റ് കാണുമ്പോ ഓപ്പണിംഗ് WIP കറക്റ്റ് കൊണ്ടുവരണം. മറ്റേത് കൊണ്ടുവരാറുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ 4,800 മെറ്റീരിയലിന്റെ ആദ്യം ഓപ്പണിംഗിന്റെ 4,800 എടുത്തു. ഈ വർഷത്തെ 1,86,200 എടുത്തു. ടോട്ടൽ ചെയ്തു. അത് 1,90,000. അതിന്ന് സ്ക്രാപ്പ് വാല്യൂ കുറച്ചു. അപ്പൊ 1,90,000. 19,000 യൂണിറ്റ് വന്നു. അപ്പൊ മെറ്റീരിയലിന് കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ്? 10 ആണ്. ഇനി ലേബറിന്റെ എടുക്കുമ്പോൾ ഓപ്പണിംഗ് WIP 3,200. ഈ മാസം നമ്മൾ ഇൻകർ ചെയ്തിട്ടുള്ള 7,200. ടോട്ടൽ ചെയ്യുമ്പോൾ 75,200. ഈക്വലന്റ് യൂണിറ്റ് 18,800. അപ്പം കോസ്റ്റ് പെർ യൂണിറ്റ് 4. ഓവർഹെഡ് പഴയത് ഓപ്പണിംഗ് WIP 6,400. ഇപ്പത്തത് 1,06,400. ടോട്ടൽ 1,12,800. ഡിവൈഡ് ചെയ്തു. അപ്പൊ ഇൻഡിവിജ്വലി 6. ഇപ്പൊ നോക്ക്, മെറ്റീരിയലിന് മാത്രം 10, ലേബർ ആൻഡ് ഓവർഹെഡ് മാത്രം നോക്കുമ്പോൾ 10, ടോട്ടൽ 20. ഇത് എന്തിനാ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ അത് മനസ്സിലാക്കി ഞങ്ങൾക്ക് മനസ്സിലാക്കാം. അടുത്തതിൽ പറയുമ്പോൾ മനസ്സിലാവും.
ഒന്നുമില്ല. എന്താ പറഞ്ഞത് നോക്കുക. ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇവാലുവേഷൻ യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്ത് എത്ര 18,200 ഇതിന് ഓപ്പണിംഗ് വേറെ അങ്ങനെ ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് അറ്റ് 20%, 20 എന്ന് കൊടുക്കുക. മെറ്റീരിയലിന്റെ 10, ലേബറിന്റെ 6, മറ്റേതിന്റെ 4 കൂടെ കൂട്ടിയിട്ട് 10, അത് അങ്ങനെ 20, അത് 3,64,000 ഉണ്ട്. അബ്നോർമൽ ലോസിനും അങ്ങനെ ഫുൾ 100% അല്ലേ, അപ്പൊ 20 വെച്ചിട്ട് 8,000. ഓക്കെ. അതുപോലെ വർക്കിംഗ് പ്രോഗ്രസ് ആകുമ്പോൾ 400 യൂണിറ്റിന് 10, മെറ്റീരിയലിന്റെ 10 4,000, ലേബർ ആൻഡ് ഓവർഹെഡ് 200 യൂണിറ്റ്, അത് എത്ര 6ഉം 4ഉം കൂട്ടിയിട്ട് 10, അങ്ങനെ 2,000. വെവ്വേറെ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് വെവ്വേറെ എഴുതാം, ഒന്നിച്ച് എഴുതണമെങ്കിൽ അങ്ങനെ 6,000. ഇനി പ്രോസസ് അക്കൗണ്ട് വരുമ്പോൾ ഓപ്പണിംഗ് WIPന്റെ ടോട്ടൽ എമൗണ്ട് എടുത്തു, യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന്റെ ഈ വർഷത്തെ എടുത്തു, 72,000 എടുത്തു, 1,06,000 എടുത്തു, ടോട്ടൽ 20,000, ടോട്ടൽ ഇവിടെ 3,79,000. ഞാനിത് സ്പീഡ് പറഞ്ഞു പോണേ, നിങ്ങൾ റിവിഷനിൽ വന്നിരിക്കല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. 20,000, 3,79,000 വീണ്ടും എഴുതി. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ 3,64,000 അത് എഴുതി, ഇവിടെ അതുപോലെ എഴുതി. ഇനി ഓപ്പണിംഗ് WIP വേറെ എടുക്കണ്ട. കാരണം എന്താ, ഓപ്പണിംഗ് ഒക്കെ ഇതിൽ ഓൾറെഡി ഈ 20 വന്നിട്ടുണ്ട്, മുമ്പ് അത് വന്നിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. നോർമൽ ലോസ് 1,000 കൊടുത്തു, ഒരു യൂണിറ്റിന് ഒരു യൂണിറ്റ് വെച്ചിട്ട്. അബ്നോർമൽ ലോസ് 400-ന് 8,000 ഇവിടുന്ന് കിട്ടി, ഇത് അവിടെ കാൽക്കുലേഷൻ. ക്ലോസിംഗ് WIP 400-ന് 6,000, അതും കിട്ടി. ഞാൻ വരച്ച് ഇത് കോളാക്കിണ്ടാവും അല്ലെ, ഒന്ന് കണ്ടു നോക്കുക. സെറ്റ് അല്ലേ? ഇത്രയേ ഉള്ളൂ കാൽക്കുലേഷൻ കാര്യങ്ങൾ. നല്ലപോലെ സെറ്റ് ചെയ്ത് മനസ്സിലാക്കുക. ഇനിയും WIPന്റെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഫ്രീ ആകുന്ന സമയത്ത് റെക്കോർഡ് ചെയ്യാം. മഴ ആയതുകൊണ്ട് നിങ്ങൾ വിചാരിച്ച പോലെ റെക്കോർഡ് ചെയ്യാൻ കഴിയൂല. 2 ദിവസം ഓരോ സ്ഥലത്ത് മരങ്ങൾ വീണിട്ട് ആകെ അലമ്പായിരുന്നു. അപ്പൊ ഇന്ന് ഒക്കെ സെറ്റ് ആയപ്പോൾ വന്ന് ക്ലാസ് എടുത്തതാണ് കേട്ടോ. ഓക്കെ. എനിവേ നിങ്ങൾ കമന്റ് ചെയ്യുക ആവശ്യമുള്ള ക്ലാസ്. ഒരുപാട് ആളൊന്നും ഇല്ല, ആകെ 2-3 ആളുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളി, ഞാൻ ഫ്രീ ആകുമ്പോൾ ഞാൻ ചെയ്യാം. ഏതായാലും ഇപ്പൊ നിലവിൽ ഞാൻ പ്രോസസ് കോസ്റ്റിംഗിലേ ചെയ്യുന്നുള്ളൂ. പിന്നെ നിങ്ങളോട് കാര്യം, ഇതിൽ നിങ്ങൾ തപ്പിക്കഴിഞ്ഞാൽ ഒരു വീഡിയോ കാണാൻ പറ്റും, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിന്റെ ഇക്വേഷൻസ് എല്ലാം കൂടെ 5 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ, ഇക്വേഷൻസ് ഒന്നും കാണാതെ പഠിക്കാൻ. നിങ്ങൾക്ക് 3rd-ലോ 4th-ലോ എവിടെയെങ്കിലും സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഉണ്ടാവും. ആ സമയത്ത് നിങ്ങളൊന്ന് ആ വീഡിയോ എടുത്തൊന്ന് കണ്ടാൽ മതി, അതൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് ഇക്വേഷൻസ് പഠിച്ച് പണ്ടാറടങ്ങി നിൽക്കുന്ന സമയത്ത് എന്നെ ഒന്ന് ഓർത്താൽ മതി. 5 മിനിറ്റ് കൊണ്ട് ഇക്വേഷൻസ് ഒന്നും പഠിക്കാതെ ഇതിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് എടുത്ത് കാണാൻ പറ്റും. അപ്പോ ആദ്യം നിങ്ങൾ ക്ലാസ് ഒക്കെ കണ്ട് ഇക്വേഷൻസ് ഒക്കെ എങ്ങനെയെന്ന് ആലോചിച്ചാകെ തകല പുകയുമ്പോൾ ഇവിടെ ഒന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിന്റെ ഇക്വേഷൻ എന്ന് നോക്കിയാൽ മതി. ഞാനത് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആരും ഇതുവരെ കാര്യമായിട്ട് കണ്ടിട്ട് ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. അപ്പോൾ സെറ്റ് ആണെങ്കിൽ ലേബറും മറ്റുമൊക്കെ ഞാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ കമന്റ് ഇടണ്ട, നിങ്ങൾക്ക് താല്പര്യമുള്ള സമയത്ത്, ആ സമയത്ത് ഇക്വേഷൻ ബുദ്ധിമുട്ടായി നിൽക്കുന്ന സമയത്ത് വന്ന് നോക്കിയാൽ മതി. അത് ഇപ്പൊ ഒന്ന് ഉണർത്തിന്നേ ഉള്ളൂ, കേൾക്കുമ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ആ സമയത്ത് ഒന്ന് കമന്റ് ചെയ്തേക്ക് കേട്ടോ. ഓക്കെ. എനിവേ ഞാൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.